തൃശൂർ പടിയൂർ ഇരട്ട കൊലപാതക കേസ് പ്രതി പ്രേംകുമാറിനായി കോട്ടയത്തും അന്വേഷണം നടത്തുന്നുണ്ട്. തൃശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ചിങ്ങവനം പോലീസിൽ നിന്നും വിവരങ്ങൾ തേടി. പ്രതിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ജോസി ബാബു വിവരങ്ങളുമായി കോട്ടയത്ത്. ജോസി, കോട്ടയം കണക്ഷൻ എന്താണ്? അവിടെ പോലീസ് ഇപ്പം ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്? നിഷാദ്, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ചിങ്ങവനം പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ചിങ്ങവനം പോലീസിൽ നിന്നും ഈ പ്രതിയുടെ ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ തേടി. ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മലകുന്നത്താണ് പ്രേംകുമാർ നേരത്തെ താമസിച്ചിരുന്നത്. ഇയാളുടെ ബന്ധുക്കളും മാതാപിതാക്കളും സുഹൃത്തുക്കളുമൊക്കെയും ഇവിടെ ഇപ്പോഴുമുണ്ട്. പക്ഷേ ദീർഘനാളായി ഈ സ്ഥലവുമായി ഇയാൾക്ക് വലിയ ബന്ധമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആദ്യ ഭാര്യയുടെ കൊലപാതകത്തിന് ശേഷം ഇയാൾ ഈ നാടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നില്ല, സുഹൃത്തുക്കളുമായി ബന്ധം പുലർത്തിയിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ കേസിൽ അതീവ ബുദ്ധിമാനായി ഈ കേസിലെ തെളിവുകളടക്കം നശിപ്പിക്കുവാൻ വലിയ ശ്രമങ്ങൾ നടത്തിയ ആളാണ് പ്രേംകുമാർ. ആദ്യ ഭാര്യയെ തിരുവനന്തപുരത്ത് എത്തിച്ച് കൊലപ്പെടുത്തിയ ശേഷം മറ്റൊരിടത്ത് കുഴിച്ചുമൂടി, അതിനുശേഷം കാണാനില്ല എന്ന തരത്തിലുള്ള പരാതി നൽകി പോലീസിനൊപ്പം ചേർന്ന് ഈ അന്വേഷണം വഴിതെറ്റിക്കാൻ ഇയാൾ ശ്രമിച്ചു. കൂടാതെ ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് ഇയാൾ ഒളിവിൽ പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മറ്റൊരു ട്രെയിനിൽ കയറ്റി വിടുകയും ദൃശ്യൻ മോഡലിൽ ഇത്തരത്തിൽ പോലീസിനെ അന്വേഷണത്തിൽ നിന്ന് വഴിതെറ്റിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെയും നടത്തിയതായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇയാളുടെ നാട് കേന്ദ്രീകരിച്ചും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇയാളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇവരെ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. മറ്റു ചില കേന്ദ്രങ്ങളിലും, രഹസ്യ കേന്ദ്രങ്ങളിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാൾ പോകാൻ സാധ്യതയുള്ള കോട്ടയം ജില്ലയിലെ ചില സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെയും വീടുകളും അവരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ദീർഘകാലമായി ഇയാൾക്ക് നാടുമായും കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധമില്ലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിഷാദ്.